നമസ്കാരം. തിരഞ്ഞെടുപ്പാകുമ്പോൾ ചിലപ്പോൾ വിജയിക്കാൻ കഴിയും, ചില സമയത്ത് പരാജയപ്പെടും. അതൊക്കെ സർവ്വസാധാരണമാണ്. ഇനി വിജയിച്ചാലും പരാജയപ്പെട്ടാലും അതൊക്കെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സാണ് പ്രധാനം. ഞാനിത് പറയാൻ കാരണം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്നൊരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് UDF-ന്റെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു, ജീവൻ ഒടുക്കി എന്നൊരു വാർത്തയാണ്. ഇതൊന്നും ശരിയല്ല. തിരഞ്ഞെടുപ്പാകുമ്പോൾ ചിലപ്പോൾ വിജയിക്കും, ചില ആളുകൾ പരാജയപ്പെടും. എന്താണെങ്കിലും അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സുമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്, ചില ആളുകളൊക്കെ മത്സരിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ അയാൾ വിജയിച്ചു എന്ന രീതിയിലുള്ള പ്രഖ്യാപനം ഇവിടെ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ചില ജഡ്ജിമാരങ്ങ് നടത്തും. അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന അതിലെ റിപ്പോർട്ടർമാരൊക്കെ ചില ആളുകളെ കുറിച്ച് അവർക്ക് ആവശ്യമില്ലാത്തൊരു പ്രാധാന്യം, അനാവശ്യമായിട്ടുള്ള പ്രാധാന്യം അങ്ങ് കൊടുത്ത് അവരെ അങ്ങ് വലുതാക്കും. അത്തരം ആളുകൾ പരാജയപ്പെടുമ്പോഴാണ് പലപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ജീവൻ ഒടുക്കിയില്ലെങ്കിലും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവരൊക്കെ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പാകുമ്പോൾ അത് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അംഗീകരിക്കാനുള്ള ഒരു മനസ്സുള്ളവർ ഇത്തരം പണിക്ക് നിൽക്കണം എന്നാണ് എനിക്ക് ഈ ഒരു സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനാണ് ഞാനിവിടെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, ഈ വിജയവും പരാജയവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു കാര്യം പറയാൻ തീരുമാനിച്ചത്. അതായത് തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച ഒരു വ്യക്തിയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പേര് സുജിത്ത് എന്നാണ്. സുജിത്ത് എന്ന പേര് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കക്ഷിയെ മനസ്സിലായി കാണും. മറ്റാരുമല്ല, കുന്നംകുളം പോലീസിന്റെ ലോക്കപ്പ് മർദ്ദനത്തിന് ഇരയായി എന്ന രീതിയിൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തകളൊക്കെ കൊടുത്ത, നമ്മുടെ നാട്ടിലെ പ്രമുഖരായിട്ടുള്ള ആളുകളും അല്ലാത്തവരും ഒക്കെ സപ്പോർട്ട് ചെയ്ത് വലിയ പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തിയാണ്. വലിയ പ്രാധാന്യത്തോടു കൂടി വാർത്തകൾ കൊടുത്ത, അത്തരത്തിലുള്ള വാർത്തകൾ വന്ന ഒരു വ്യക്തിയാണ് സുജിത്ത് എന്ന് പറയുന്ന വ്യക്തി. ഈ സുജിത്ത് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചിരുന്നു. എന്തായാലും ഇവിടെ സുജിത്ത് മത്സരിക്കാൻ ഒരുങ്ങിയ സമയത്ത് തന്നെ സുജിത്ത് വിജയിച്ചു. സുജിത്തിനാണ് വിജയ സാധ്യത എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. കേരളം മൊത്തത്തിൽ ചർച്ച ചെയ്ത ഒരു കക്ഷിയാണ് സുജിത്ത്. പല പ്രമുഖരും സുജിത്തിന്റെ ഫോട്ടോ ഒക്കെ അവരുടെ FB-യിൽ പങ്കുവെച്ചുകൊണ്ട് സുജിത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും കേരളം മുഴുവൻ പിന്തുണച്ച ഈ സുജിത്ത് ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. സുജിത്തിനെ സ്വന്തം നാട്ടുകാർ തള്ളിക്കളഞ്ഞു. പോലീസിന്റെ തല്ലു കൊണ്ടതും പോരാ, അവസാനം സ്വന്തം നാട്ടിൽ നിന്നുള്ള തള്ളും കിട്ടി. സ്വന്തം വാർഡിൽ പോലും സുജിത്ത് ഒരുപാട് പുറകിലോട്ട് പോയി. 754 വോട്ടിനാണ് പരാജയപ്പെട്ടത്. ബിബിൻ KU എന്ന് പറയുന്ന ബിബിൻ കണ്ണനാണ് അവിടെ വിജയിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ഈ വാർത്തകളൊക്കെ പ്രചരിച്ച സമയത്ത് പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി പല മാധ്യമങ്ങളും രംഗത്തെത്തിയപ്പോൾ, പല പ്രമുഖരും രംഗത്തെത്തിയപ്പോൾ തന്നെ ഞാൻ എന്റെ അഭിപ്രായം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. സുജിത്തിന് സ്വന്തം നാട്ടിൽ ഒരു പിന്തുണയുമില്ല. സുജിത്തിനെ തല്ലി എന്ന രീതിയിലുള്ള വാർത്തകൾ ആദ്യം പ്രചരിച്ച സമയത്ത് സ്വന്തം നാട്ടിൽ സുജിത്തിന് അനുകൂലമായി ഒരു പ്രകടനം നടത്താനോ അല്ലെങ്കിൽ ഒരു പന്തംകൊളുത്തി നടത്താനോ ഒരു ഹർത്താൽ നടത്താനോ ഇവിടുത്തെ പാർട്ടിക്കാർ തയ്യാറായിട്ടില്ല. അവസാനം മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തപ്പോഴാണ് ഇവിടെ പലരും സുജിത്തിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. നമ്മുടെ KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്നും വണ്ടി പിടിച്ച് ഇവിടെ വന്ന് സുജിത്തിന് ഒരു കല്യാണ മോതിരമൊക്കെ സമ്മാനിച്ചിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ മാതൃകയാക്കി തൃശ്ശൂരിലെ DCC പ്രസിഡന്റും കൊടുത്തു സ്വർണം. പലരും സ്വർണം കൊടുത്തു. സുജിത്തിന് പിന്നാലെ കൂടി സുജിത്തിനൊപ്പം നിന്നിരുന്ന വർഗീസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു നേതാവ്, ചൊവ്വന്നൂർ പഞ്ചായത്തിലെ നേതാവിനെ DCC അംഗമാക്കി അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തു KC വേണുഗോപാലിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം. എന്തായാലും ആ പണിയൊക്കെ വെറുതെയായി, അതൊക്കെ വെള്ളത്തിലായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സുജിത്ത് വളരെ ദയനീയമായി പരാജയപ്പെട്ടു. കുന്നംകുളം പോലീസിന്റെ തല്ലും കൊണ്ടു, അവസാനം സ്വന്തം നാട്ടുകാരുടെ തള്ളും കൊണ്ടു. ഇതാണ് സുജിത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ.